കാര്യത്തെക്കുറിച്ച് ഞാൻ യൂട്യൂബ് വഴിയാണ് അറിയുന്നത്. എനിക്ക് ആദ്യമൊക്കെ ടെൻഷനായിരുന്നു, ഓഫ്ലൈൻ പോയില്ലെങ്കിൽ കിട്ടാതിരിക്കുമോ, ഓൺലൈൻ ആകുമ്പോൾ കംപ്ലീഷൻ വരുമോ എന്നൊക്കെ ഒരു ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ക്ലാസ് ഒരു 1 വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു ട്രാക്കിലെത്തി, ഇത് മതി, ഇതാണ് ഇനഫ് എന്നുള്ളൊരു ഇതായി. റിയൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് സർക്കാർ ജോലി എന്നൊരു ഓപ്ഷൻ വരും. പക്ഷെ ആ കാര്യത്തിൽ ദേവിക ഭയങ്കര ക്ലവറായിട്ട് ആ സമയം ആക്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നാട്ടിലൊക്കെ സ്റ്റാറായ ഏറെക്കുറെ അത്യാവശ്യം തന്നെ എല്ലാവരും അറിഞ്ഞു. ആദ്യ റാങ്കുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്ലൈൻ ക്ലാസ് തന്നെ വേണമെന്ന് പലപ്പോഴും വാശി പിടിക്കാറുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട് കേരള ബാങ്കിന്റെ ഏകദേശം 72,000 അധികം ആൾക്കാർ മത്സരിച്ച പരീക്ഷയിൽ 14ാം റാങ്ക് വാങ്ങി നിൽക്കുന്ന ദേവിക നമ്മുടെ കോട്ടയം സ്വദേശിയാണ്. നമ്മൾ 1ാം റാങ്ക് പ്രതീക്ഷിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാളാണ്. അപ്പൊ 14ാം റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ബാക്കിലോട്ട് പോയി ഇച്ചിരി 14 എന്നുള്ള ലെവലിലേക്ക് പോയത് ദേവിക. അതുപോലെ നമ്മളിപ്പോ JCI കഴിയുമ്പോഴത്തേക്ക് ഒരു സ്റ്റോറിയും കൂടെ വരേണ്ടി വരും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആളാണ്. സോ ഒന്ന് നമുക്ക് ദേവികയുടെ പഠന വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. മകളെ, പ്രധാനമായിട്ടും സഹകാരിയെ കുറിച്ച് പറഞ്ഞെങ്ങനെ? സഹകാരിയെക്കുറിച്ച് ഞാൻ യൂട്യൂബ് വഴിയാണ് അറിയുന്നത്. യൂട്യൂബിലെ രാജേഷ് സാറിന്റെ ക്ലാസ് കണ്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പോ എനിക്ക് ആദ്യമൊക്കെ ടെൻഷനായിരുന്നു, ഓഫ്ലൈൻ പോയില്ലെങ്കിൽ കിട്ടാതിരിക്കുമോ, ഓൺലൈൻ ആകുമ്പോൾ കംപ്ലീഷൻ വരുമോ എന്നൊക്കെ ഒരു ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ക്ലാസ് ഒരു 1 വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊരു ട്രാക്കിലെത്തി, ഇത് മതി, ഇതാണ് ഇനഫ് എന്നുള്ളൊരു ഇതായി. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഒരാഴ്ച കൊണ്ട് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. വെരി ഗുഡ്. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ മോള് പഠിക്കാൻ വേണ്ടി നമുക്ക് എത്രത്തോളം സമയം സ്പെയർ ചെയ്യായിരുന്നു? ഞാൻ സമയം പറഞ്ഞാൽ എനിക്ക് വേറെ പരിപാടിയൊന്നും ജോലി ചെയ്യുന്നില്ലായിരുന്നു. ഫുൾ ടൈം തന്നെ. രാത്രി നന്നായി ഉറങ്ങുമായിരുന്നു, വെളുപ്പിനെ കേൾക്കും, രാത്രി നേരത്തെ കിടക്കും, ഒരു 11 ആവുന്ന കിടക്കും, രാവിലെ. ഈ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഇത്രയും സീരിയസ്നെസ് വരിക എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ. അതെന്നെ എടുത്ത് പറയാൻ നിർത്തിയില്ല. കാര്യം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ HDCയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? സിറ്റയും കൊച്ചിനെയൊക്കെയാണ്. സിറ്റ കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വഴിയാണ് അവരാണ് ആദ്യത്തെ മോട്ടിവേഷൻ. വെരി ഗുഡ്. ആദ്യത്തെ കൺഗ്രാറ്റ്സ് അവരൊക്കെ പറയണം. അതെ, അവർക്കാണ് ആദ്യത്തെ താങ്ക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് HDC മേഖലയ്ക്ക് വന്നു. HDC കഴിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ JSCയുടെ നോട്ടിഫിക്കേഷൻ പക്കാട്ടായി. അപ്പൊ തന്നെ നേരെ ഓൺലൈൻ ചേർന്ന സഹായി. ടൈമിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു വിധിയാണല്ലേ, ഒരു ഭാഗ്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് സർവീസിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ JSC ആയി കഴിയുകയാണെന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ വഴി എത്താനുള്ള എല്ലാ സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അത്തരത്തില് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കുറെ കാലം ഇങ്ങനെ നിന്നോ പിന്നെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ നോക്കി ഇതൊക്കെ പലപ്പോഴും പിന്നെ ഒരു റിയൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് സർക്കാർ ജോലി എന്നൊരു ഓപ്ഷൻ വരുന്നത്. പക്ഷെ ആ കാര്യത്തിൽ ദേവിക ഭയങ്കര ക്ലവറായിട്ട് ആ സമയം ആക്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ നാട്ടിലൊക്കെ സ്റ്റാറായ ഏറെക്കുറെ അറിഞ്ഞു. അതുവരെ പറഞ്ഞില്ല. അപ്പൊ കുറെ കാലം നാട്ടുകാരുടെ ചോദ്യം കേൾക്കേണ്ടി വന്നില്ല. ഞാൻ ഒരു കൊല്ലമായിട്ട് ചുമ്മാ ഇരിപ്പല്ലേ, അപ്പൊ കാണും ഇപ്പൊ എവിടെയും പോകുന്നില്ലേ ചോദ്യമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടി എല്ലാവർക്കും കിട്ടി. അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. മോളെ, നമ്മുടെ ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈമിംഗ് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ടത് നമ്മൾ സ്ലീപ്പിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഉറക്കമില്ലാതെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, മറന്നു പോകത്തേ ഉള്ളൂ. ഉറക്കമില്ലാണ്ട് പഠിച്ചാൽ മറന്നു പോകും. പരീക്ഷ തലേദിവസത്തെ എന്തോരം ഉറങ്ങി? നന്നായിട്ട് ഓക്കെ, അപ്പൊ പരീക്ഷയുടെ തലേദിവസം നമുക്ക് ഞാൻ തലയ്ക്കുന്ന ദിവസത്തിൽ വന്നേ, തലയ്ക്കുന്ന ദിവസം ലൈവിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞ ഉറക്കത്തിന്റെ പ്രാധാന്യം. നേരത്തെ കിടന്നു, 9 മണി കഴിഞ്ഞത് കിടന്നു, രാവിലെ പോണായിരുന്നല്ലേ, റിപ്പോർട്ടിംഗ് ആയതുകൊണ്ട്. നിങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം നമ്മളിപ്പോ പെർഫോമൻസില്, കാരണം ഇവര് പെർഫോമൻസിൽ ശ്രദ്ധിച്ച ആൾക്കാർക്കാണ് ഇതുപോലെ ഉയർന്ന റാങ്കിലേക്ക് വരാൻ പറ്റുക. അപ്പൊ പെർഫോമൻസ് നമുക്ക് പരീക്ഷ ഹാളിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ മാത്രമല്ല നിങ്ങളെ പഠനത്തിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്താവണം, റീബിൽഡ് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉറക്കം ആവശ്യമാണ്. അപ്പോൾ ഉറങ്ങാതെ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ നിർബന്ധം പിടിച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും അല്ലെ ഉറക്കം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇത്തരത്തിൽ നമുക്ക് ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വരാന്ന് പറയുമ്പോഴത്തേക്കും അത് സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയായിരുന്നു ദേവിയുടെ? എന്നെ മെന്റർ സനോജ് സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ഡെയിലി ഡൗട്ട് ചോദിക്കലായി,
തലേദിവസം കൂടെ പരീക്ഷയുടെ തലേദിവസം സാറിനെ ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. സാറിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ റിവേഴ്സ് റിവിഷൻ, അതൊരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അത് ഒട്ടും പഠിക്കാതെ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ എക്സാം എഴുതുന്നു, ഓണാകുമ്പോ തന്നെ എഴുതുന്നു, തെറ്റുന്നു, അപ്പൊ ഒരു സങ്കടം വരും. അപ്പൊ പിന്നെയും ചെയ്യുന്നു, എന്നിട്ട് പിന്നെ ഫുൾ റിവൈസ് ചെയ്യുമായിരുന്നു മൊത്തത്തിൽ ആ ടോപ്പിക്ക്. പിന്നെ സിലബസ് അനുസരിച്ച് റിവിഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ കവർ ചെയ്ത് നന്നായി പോയി. വെരി ഗുഡ്. 2-3 തവണ റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. അപ്പൊ നിങ്ങള് മാർക്ക് ചെയ്ത് വെച്ചോ. നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് റിവേഴ്സ് ആയിട്ട് പഠിക്കാതെ ഉള്ള റിവിഷൻ പ്ലാൻ ആണ്, എക്സാം എഴുതിയുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ആ പ്ലാനിന്റെ ഒരു സക്സസ് റേറ്റ് ഭയങ്കരമാണ്. കാരണം നിങ്ങളിപ്പോ ആദ്യ റാങ്കുകളിലേക്ക് എത്തിയ 1-ാം റാങ്ക് ആണെങ്കിലും 3-ാം റാങ്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ 7, 8, 9, 10 അങ്ങനെ ഏത് റാങ്ക് മേടിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ ആ റിവേഴ്സ് റിവിഷനിൽ കൊടുത്ത ശ്രദ്ധ എന്താണെന്നുള്ള കാര്യം എല്ലാ സ്റ്റോറിയിലും കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ബിലീവ് ഇൻ ദ പ്രോസസ്. ആ പ്രോസസ്സിന് അതിൻ്റെതായ അപ്പർ ഹാൻഡ് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പൊ ആ പ്രോസസ്സിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പൊ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല മോട്ടിവേഷൻ വേണം അല്ലേ? മോട്ടിവേഷൻ എപ്പോഴൊക്കെ താഴെ പോയിട്ടുണ്ട്, എക്സാമിന് മാർക്ക് കുറയുമ്പോൾ പോകും. അപ്പോഴത്തേക്ക് തിരിച്ചറിയുകയും ചെയ്യും. പഠിച്ചത് മറന്നു പോകും അല്ലേ? ഉറപ്പായിട്ടും മറന്നു പോകും. ചിലരൊരു തോന്നലുണ്ട്, പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച് കുറച്ചാകുമ്പോഴത്തേക്കും മറക്കുന്നല്ലോ തോന്നൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. മറക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ ആരും മെഷീൻ അല്ല. അപ്പൊ എന്താണ് ആ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ഒരുപാട് റിപ്പീറ്റ് ചെയ്യും, പിന്നെ വായിക്കും. ശരിക്കും തറവായിട്ട് ABCD പറയുന്ന പോലെ പഠിച്ചതായിരിക്കും, പക്ഷെ മറന്നു പോകും. ഒന്നേന്ന് വീണ്ടും തുടങ്ങും. മറക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു നഗ്ന സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വേറെ ഒരു പരിപാടിയില്ല. എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് വന്നാൽ മതി. ബാക്കി ആരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ? ഒന്ന് പേരൻസ്, ചേച്ചി, പിന്നെ കൊച്ചച്ചനും ചിറ്റി ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ രാജേഷ് സാറിനോട് പറയണത് എനിക്ക് അറിഞ്ഞൂടാ, ലോയനെ പറ്റി എനിക്ക് ഒരു ഇതും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിലൂടെയാണ് ഞാൻ അതിലേക്ക് എത്തിയത്. പിന്നെ സാറിന് എല്ലാവർക്കും സഹാരി ടീമിന് മൊത്തത്തിൽ വലിയ താങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന കുട്ടികളുടെ വാക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇനി വരാൻ പോണ ആസ്പിരൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരാൻ പോണ ആസ്പിരൻസിന് എന്ത് മെസ്സേജാണ് ദേവി കൊടുക്കാറുള്ളത്? റിവൈസ് ചെയ്യുക, ബ്രേക്ക് വരാതെ, ഒരു ദിവസം പോലും ബ്രേക്ക് വരാതെ. എക്സാം ഇപ്പൊ ഡേറ്റ് വന്നു എന്ന് കരുതാ, ഒരു ദിവസം പോലും നമ്മൾ വേറെ ഒരു കാര്യത്തിൽ എൻഗേജ് ആവാതിരിക്കുക. എന്നിട്ട് ഫുൾ ടൈം അതിരിക്കണമെന്നല്ല, എന്നാലും ബ്രേക്ക് വരാതെ മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിദ്യാശംസകൾ. നന്ദി.